പരിപ്പ് പ്രയോഗത്തിൽ നികേഷ് കുമാറിനെ കുടുക്കി ദീപ്തി മേരി വർഗീസ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. രവീന്ദ്ര റെഡ്ഡിയുടെ പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ നികേഷ് കുമാർ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. രവീന്ദ്ര റെഡ്ഡിയുടെ പരിപ്പെടുക്കാൻ അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. തെലങ്കാന മുഖ്യമന്ത്രിയുടെ പോമോനെ വിജയ പരാമർശവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാഷ് മോനെ രേവന്ത എന്ന മറുപടിയും വലിയൊരു വിവാദം ആണ് സൃഷ്ടിച്ചത്. മുഖ്യമന്ത്രിയെ അപമാനിച്ച രവീന്ദ്ര റെഡ്ഡിക്കെതിരെ CPM അണികളും അതുപോലെ തന്നെ പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പിണറായി എന്നല്ല ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ രവീന്ദ്ര റെഡ്ഡിയുടെ പരിപ്പ് തങ്ങൾ എടുക്കുമെന്നാണ് CPM നേതാവ് MP നികേഷ് കുമാർ പ്രതികരിച്ചത്. എന്നാൽ ഇവിടെയാണ് നികേഷിന് ചുട്ട മറുപടിയുമായി, നികേഷിനെ വായടപ്പിക്കുന്ന മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് രംഗത്ത് വന്നത്. രവീന്ദ്ര റെഡ്ഡിയുടെ പരിപ്പെടുക്കാൻ അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല എന്നാണ് ദീപ്തി മറുപടി നൽകിയത്. CPM പരിപ്പെടുക്കും എന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. പറഞ്ഞു വരുമ്പോൾ നികേഷ് കുമാറിന്റെ പിതാവായിട്ട് വരും സാക്ഷാൽ MV രാഘവൻ. അദ്ദേഹത്തിന്റെ പരിപ്പെടുക്കാൻ CPM ശ്രമിച്ച കാലത്ത് സംരക്ഷിച്ചുകൊണ്ട് ജീവൻ രക്ഷിച്ചുകൊണ്ട് MLA മന്ത്രിയുമാക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നാണ്. അന്ന് CPM-നെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത പരിപ്പൊന്നും അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. തരത്തിൽ പോയി കളിക്ക് നികേഷെ, ഇങ്ങനെയാണ് ദീപ്തി മേരി വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. നികേഷ് കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിക്കാം. കോൺഗ്രസ് പാർട്ടിയുടെ ATM ആണ് രവീന്ദ്ര റെഡ്ഡി. കേരളത്തിലെ കോൺഗ്രസ് പ്രചാരണത്തിന് ലാവിഷായി പണം ഇറക്കിയത് അയാളാണ്. അഴിമതിപ്പണമാണ്. സർക്കാർ പദ്ധതികളിൽ നിന്ന് കട്ടപ്പണം. അതിന്റെ അഹങ്കാരം രേവന്തിന്റെ വാക്കുകളിൽ കാണാം. നീ എന്നും പോമോനെ എന്നും 80 കഴിഞ്ഞ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി വിളിക്കാനുള്ള ഔദ്ധത്യം രേവന്തിന് എങ്ങനെയുണ്ടായി? നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പഴയ ആന്ധ്രാപ്രദേശ് ABVP സംസ്ഥാന പ്രസിഡന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊന്നുകളയും എന്നാണോ? 2 വട്ടം കേരളം തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. CPIM എന്ന പാർട്ടി കേരളത്തിൽ 17 കൊല്ലം നയിച്ച ആളാണ്. 4 പതിറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിന്റെ ഒന്നാം നിര നേതൃത്വമാണ്. 80 കടന്ന മനുഷ്യനാണ്. ഇത്രയും തലപ്പൊക്കമുള്ള മറ്റാരും കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. രാഷ്ട്രീയമായി പിണറായിയോട് വിയോജിപ്പുള്ളവരുണ്ട്. ജനാധിപത്യത്തിൽ അത് സാധാരണമാണ്. അപ്പോഴും പ്രളയത്തിലും കോവിഡിലും നിപ്പയിലും ഓഖിയിലും കേരളം ചലിച്ചത് ഈ മനുഷ്യന്റെ വാക്കുകൾ കേട്ടാണ്. ഉറുമ്പുകൾക്ക് ഭക്ഷണം കിട്ടിയോ എന്ന് അന്വേഷിച്ചു എന്നൊക്കെ നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. അത് ആ മനുഷ്യന്റെ രീതിയാണ്. ഡീറ്റെയിൽസ് പരിധി പെർഫെക്ഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. മല്ലികാർജുന ഖാർഗെ എന്ന AICC പ്രസിഡന്റിന് പ്രായം കൂടുതൽ ഉള്ളതുകൊണ്ട് രഹസ്യമായും പരസ്യമായും കോൺഗ്രസുകാർ ചില പേരുകൾ വിളിക്കാറുണ്ട്. അത് നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അതൊക്കെയാവാം. കേരളത്തിൽ വേണ്ട. പിണറായി എന്നല്ല, ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ നിന്റെ പരിപ്പ് ഞങ്ങൾ എടുക്കും. ഇങ്ങനെയായിരുന്നു നികേഷ് കുമാറിന്റെ പരിപ്പ് പ്രയോഗം. എന്നാൽ ആ പരിപ്പ് പ്രയോഗം സ്വന്തം കുടുംബത്തിലൂടെ തന്നെ സ്വയം തനിക്ക് തന്നെ ഒരു പാരയായി വന്നിരിക്കുകയാണ്. മുമ്പ് അച്ഛൻ പറഞ്ഞ ആ പരിപ്പ് പ്രയോഗം ചൂണ്ടിക്കാണിച്ചാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ജനാധിപത്യമല്ലേ, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറുപടി കൊടുക്കൽ. ന്യൂസ് ഡെസ്ക് കർമാനസ്.